പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ചൂടും കരുതലും വെളിപ്പെടുത്തുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 52:9 ഇപ്രകാരം പറയുന്നു: അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി എന്നേക്കും ഞാൻ അവിടുത്തോട് നന്ദി പറയും. ഓരോ നിമിഷവും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി നാം നന്ദി പറയുമ്പോൾ അവിടുത്തെ ദിവ്യമായ സ്നേഹം നമ്മിൽ കൂടുതൽ നിറയപ്പെടുന്നതായി അനുഭവിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ UAE മുസഫയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് അവരെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെൻസി ബേബി, ഹസ്ബൻഡിൻ്റെ പേര് ബേബി ജോൺ, മക്കള് മോന് ജോണി ബേബി, മോള് റോസ് മെരിയ. ജോണി റേഡിയോ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിക്കുന്നു. റോസ് BSc നഴ്സിങ്ങിന് ഇപ്പോൾ 3rd ഇയർ ആണ്. ഞാനിവിടെ അബുദാബിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനം നാട്ടിൽ മൂവാറ്റുപുഴ ആണ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഫാമിലി. എൻ്റെ പേര് ജോയ്സി, ജീവിത പങ്കാളിയുടെ പേര് ലിൻഡോ. ഞങ്ങൾക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. മൂത്ത മോൾ ഡിയോണ മരിയ 9 വയസ്സ്, രണ്ടാമത്തത് മോൾ ഡാരോൺ ടോം 4 ഇയേഴ്സ്. നാട്ടിൽ ഞങ്ങൾ തൊടുപുഴയിലാണ്. ഇവിടെ ഞങ്ങൾ അബുദാബിയിൽ 13 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നു. റിൻസ് ചേച്ചിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ചേച്ചി എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖവും അതുപോലെ കയ്യിൽ എപ്പോഴും ഒരു റോസറിയുമായിട്ടാണ് കാണുന്നത്. അതുപോലെ പള്ളിയിലൊക്കെ വരുമ്പോൾ ഏറ്റവും ഫ്രണ്ട് ലൈനിലിരുന്ന് കുർബാനയിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം ചേച്ചിക്ക് ഈശോയിലൂടെ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു അനുഭവം മറ്റുള്ളവരുമായിട്ട് ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും വലിയ ദൈവത്തിന് കൃപയുണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാം ചെറുപ്പം മുതലേ ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് വളർന്നത്. ആമേൻ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വല്യമ്മയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് അമ്മയും വല്യമ്മയും ഒക്കെ നമുക്ക് ജപമാലയുടെ ഇമ്പോർട്ടൻസ് അറിവുള്ളത് നാൾ തൊട്ട് അത് ഞങ്ങൾക്ക് പരിശീലനം തന്നിരുന്നു. അപ്പം അങ്ങനെ അമ്മയോട് ചേർന്ന് ജീവിച്ചിരുന്നതുകൊണ്ട്, എന്നാലും ഇടയ്ക്ക് സഹനങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആ സഹനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ ആരുമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ അത് വളരെ ശക്തമായിരുന്നു എനിക്ക്. ഓക്കെ. അപ്പം ഞാൻ ഈ ലീവിന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 3-ന് നാട്ടിൽ പോയി. അപ്പോൾ നാട്ടിൽ പോയിട്ട് ലീവ് കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബർ 9-നാണ് തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ തനിച്ചേ ഉള്ളൂ. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ 1 മാസം കൂടെ നാട്ടിൽ നിൽക്കാം, പേരൻസൊക്കെ ഇച്ചിരി ഏജായി, അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നിന്നേച്ച് വരാം, നിനക്കിപ്പോൾ തന്നെ പോയാലും മാനേജ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ തന്നെ ഉള്ളൂ, പെട്ടെന്ന് വരണം, എന്നാലും ഓക്കെ അവരുടെ കൂടെ നിൽക്കാമല്ലോ എന്ന് ഓർത്ത് ഞാനും സന്തോഷത്തിൽ ഞാനും ഇച്ചിരി വിഷമം ഉണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ഞാൻ പോന്നു. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ടൈമിനായിരുന്നു. അപ്പം ഫ്ലൈറ്റൊക്കെ കയറിയിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ചെറിയ നടുവേദനയുണ്ട്, അത് വീട്ടിൽ നിന്നേ ഉണ്ട്, പിന്നെ പണിയുടെ കൂടുതലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോന്നു. അങ്ങനെ കയറിയിരുന്ന സമയമായി 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് വിറയ്ക്കുന്നുണ്ട്, പക്ഷെ ഞാനത് ഒന്നും കൂട്ടാക്കിയില്ല കേട്ടോ. എന്നാൽ ഒരു ബ്ലാങ്കറ്റ് മേടിക്കാനോ ഒന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവർ ലാൻഡിങ് അനൗൺസ് ചെയ്തപ്പോഴത്തേനും ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് ഒരു സ്പോഞ്ച് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ ചെവി അടയാതിരിക്കട്ടെ എന്ന് ഓർത്ത് അതും വെച്ച് ഇരുന്നു. അപ്പോൾ അത് പിന്നെ വിറയിലും കൂടുന്നുണ്ട്, അതോടൊപ്പം തല കറങ്ങിയിടി. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പെട്ടെന്നാണെങ്കിൽ എത്രയും ദയുള്ള മാതാവെ ചൊല്ലി, അത് ചൊല്ലി തീർന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്ത് സംഭവിക്കുന്ന ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് പോയി. അത് കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡായി. അപ്പോൾ എന്തൊക്കെ എനിക്ക് സംഭവിച്ച മട്ടേ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എന്താണെന്നൊന്നും പറയാനുമില്ല. എനിക്കൊന്നും ഒരു ഫീലിങ്സും തോന്നുന്നുമില്ല. എന്നാൽ വലിയ പനിയുണ്ടോ അതുമില്ല. അപ്പോൾ അതിനു മുമ്പ് ഇനി ഇറങ്ങി പോകുമ്പോഴത്തേനും ക്ഷീണമൊന്നും ഉണ്ടാതിരിക്കട്ടെ, നടുവേനയൊക്കെ കുറയട്ടെ എന്നോർത്ത് ഞാൻ 2 പാരസെറ്റമോളും കഴിച്ചു. പിന്നെ ഈ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴത്തേനും വിറയ്ക്കുന്നുണ്ടല്ലോ,
അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ഇരുന്ന സീറ്റ് മുഴുവൻ ഇത് നനഞ്ഞിരിക്കുന്നു. എന്നാൽ വെള്ളം ശ്ശോ! കുപ്പി ഒന്നും മറിഞ്ഞും വീണിട്ടില്ല. ഓക്കെ. അപ്പോൾ എനിക്കത് എന്ത് പറ്റി എനിക്ക് എൻ്റെ കൺട്രോൾ വല്ലാത്തൊരവസ്ഥയായി. വല്ലാത്തൊരവസ്ഥ. എൻ്റെ ഓക്കെ. കൺട്രോൾ പോയല്ലോ. ഈശോ! ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ദൈവമേ, എനിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ ഒരു ഉയർത്തെഴുന്നേറ്റ മാതിരി ഒരു ഫീലിംഗ് ഒക്കെ കേട്ടോ. ഓക്കെ. ഞാൻ അതൊന്നും മനസ്സിൽ തോന്നിയെങ്കിലും പുറത്ത് ഇങ്ങനെ വെപ്രാളം പരിവേശം ഒന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നു. പക്ഷെ ആ ക്രൗഡിന്റെ ക്രൗഡ് എന്നെ നോക്കുവാ. ഓക്കെ. എല്ലാവരും എൻ്റെ സീറ്റും എന്നെ നോക്കുവാ. ഉം. ദൈവമേ, ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പെട്ടി മുകളിൽ നിന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ അടുത്തിരുന്ന ബ്രദർ എടുത്തു തന്നു. അപ്പം അത് മേടിച്ച് നിന്നു. വേഗം തന്നെ ഇത് ആൾക്കാർ ഇറങ്ങിപ്പോണമല്ലോ, എന്തെങ്കിലും നമുക്ക് പുറത്തിറങ്ങി ലഗേജ് എടുത്ത് വേഗം പോകണ്ടേ വീട്ടിൽ, ആ ഒരു ചിന്തയുള്ളൂ എനിക്ക്. അങ്ങനെ നിന്ന് വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. ലഗേജ് വരാൻ പിന്നെയും വൈകി. എന്നിട്ട് എന്തൊരു പരീക്ഷണം ദൈവമെന്ന. എപ്പോഴും ആണെങ്കിൽ വരുമ്പോഴത്തേനും ലഗേജ് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്ന. ഇപ്രാവശ്യം ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ച് ഓരോ പരീക്ഷണം തന്നെ. അതിനെ ചേച്ചി എങ്ങനെ ഓവർകം ചെയ്തു? ഞാൻ എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ മാത്രമേ എനിക്ക് അപ്പം പറയാൻ പറ്റുന്നുള്ളൂ. എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ. അങ്ങനെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ ലഗേജ് വന്നു. അതിൽ ടൈ. ദൈവമേ, ഇനിയിപ്പോൾ പോലീസ് പിടിക്കുമല്ലോ എന്നായി. വല്ലാത്ത ആശങ്ക. നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ എത്രയും മാതാവ് വീട് ചൊല്ലിക്കൊണ്ട് ഇറങ്ങി വന്നപ്പം പോലീസ് പിടിച്ചു. അതേതായാലും നിൽക്കുമല്ലോ, സ്റ്റോപ്പ് ഹിയർ എന്ന് പറഞ്ഞ് സാധാരണ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഇച്ചിരി കൊളസ്ട്രോളിനുള്ള മരുന്ന് ഈ പെട്ടിക്കകത്തുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു മനുഷ്യന് കേട്ടോ. പറഞ്ഞു, നോ പ്രോബ്ലം സിസ്റ്റർ, യു ഗോ എന്ന് പറഞ്ഞു. അപ്പൊ പ്രൈസ് ദി ലോർഡ് അല്ലെ. ഈശോയുടെ ആ ഇടപെടൽ ഓക്കെ. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ കടത്തി വിട്ടു. അപ്പത്തേനും ഫ്രണ്ട്സ് ഒക്കെ അവര് വന്ന ഫാമിലി തീർച്ചയായിരിക്കും എൻ്റെ അമ്മേന്റെ ആശ്രയമേ. എന്നെ കൊണ്ടുവരാൻ വന്നവരെയും കാത്തുകൊള്ളണേ. അവര് വിഷമിക്കാൻ ഇടവല്ലേ. ഞാനും ഒന്ന് വേഗം ഇറങ്ങിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പോകുവാണേ. അപ്പൊ ചെന്നപ്പോ അവരും റെഡി. അവിടെ പുറത്തിറങ്ങിയിട്ട് താമസം നമ്മൾ വേഗം ലഗേജ് ഇട്ട് 20 മിനിറ്റ് കൊണ്ട് വീട്ടിൽ എത്തുമല്ലോ. ഞങ്ങൾ ഇവിടെ അബുദാബി എയർപോർട്ട് അടുത്താ. അപ്പൊ വേഗം വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ ഭക്ഷണം കഴിച്ചു. ഞാൻ പോയി കിടന്ന്. നല്ല ക്ഷീണമുണ്ട്. എന്നാൽ എനിക്ക് പേടി ഇവരോട് പറയാനായിട്ട്. പനിയാണോ അല്ലെങ്കിൽ ക്ഷീണമാണോ ഒന്നും ഞാൻ മിണ്ടിയില്ല. അവര് വേറെ വല്ലതൊക്കെ ചിന്തിക്കും. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ പോയി കിടന്ന ക്ഷീണത്തിന് ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേ ഞാൻ എണീക്കണേ. 12 മണിയായി. അത്രത്തോളം ക്ഷീണമുണ്ട്. എഴുന്നേറ്റപ്പോൾ എനിക്ക് പനിയുണ്ട്. ഞാൻ വേറെ 2 അടോള് കഴിച്ചു. നമ്മുടെ സാധാരണ രീതി, നമ്മൾ നേഴ്സുമാരാണല്ലോ. എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കും ചിലപ്പോൾ, എന്തേലും ഇച്ചിരി വരുമ്പോഴത്തേനും മരുന്ന് കഴിക്കുന്നു. എന്നാലും നമ്മുടെ ആ ക്ഷീണത്തിൽ നമ്മൾ മരുന്ന് കഴിച്ചു. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീണ്ടും എന്നാൽ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു പോയി കിടന്നു. പിന്നെ വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്ക് പോയി, പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് PCR ടെസ്റ്റിന് കൊടുത്തു. കാരണം സാറ്റർഡേ ഈവനിങ് ആയി. റിസൾട്ട് കിട്ടിയിട്ട് മൺഡേ ജോയിൻ ചെയ്യണം. അപ്പം അങ്ങനെ പോയിട്ട് ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്ത് കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെയും പനി വന്നും പോയി ഇരിക്കുന്നു. അതിന് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സൺഡേയിൽ ഉച്ചയായപ്പോൾ റിസൾട്ട് വന്നു, പോസിറ്റീവ്. ദൈവമേ, 2 കൊല്ലമായിട്ട് ചേച്ചി കൊറോണ വാർഡിലൊക്കെ ജോലി ചെയ്തിട്ടും ചേച്ചി അതുവരെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ നെഗറ്റീവ് വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടുന്നത് അമ്മയുടെ റിസൾട്ട് നെഗറ്റീവ്, അച്ചാച്ചൻ്റെ നെഗറ്റീവ്, താങ്ക്സ് ഗോഡ്. അപ്പോൾ ഇടയ്ക്ക് പിള്ളേർ കളിയാക്കും, എപ്പോഴും ഒരു താങ്ക്സ് ഗോഡ് എന്നും പറഞ്ഞിട്ട്. അവർക്ക് ചെറുപ്പത്തിൽ വന്നു. ഈ കൊറോണ തുടങ്ങിയപ്പോൾ അവർക്ക് വന്നു, ഞങ്ങൾക്ക് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഇത് പോസിറ്റീവ്, റീടെസ്റ്റ് പോസിറ്റീവ് വന്നു. പിന്നെ റീടെസ്റ്റിന് കൊടുത്തു, അതും പോസിറ്റീവ് വന്നടി. അപ്പത്തേനും എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയി കേട്ടോ. ചേച്ചി തന്നെ ഉള്ളു വീട്ടില്. ഹസ്ബൻഡ് വന്നിട്ടില്ലല്ലോ, 1 മാസം കഴിഞ്ഞല്ലേ വരുള്ളൂ. പിന്നെ ചേച്ചിനെ ആരാ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ? സപ്പോർട്ടായിട്ട് തൊട്ടടുത്ത വീട്ടിൽ അവരാണല്ലോ എന്നെ വന്ന് കൊണ്ടുവന്നത്. അത് നല്ലൊരു ഫാമിലി അവിടെയാ, ഞങ്ങളോട് കൂട്ടാണ്. അപ്പൊ അവള് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, അതിനിപ്പോ എന്താ, നോ പ്രോബ്ലം, ഞാൻ സാധനമൊക്കെ മേടിച്ചു തരാം, ഞാൻ കുക്ക് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇതൊന്നും നമ്മളെ അങ്ങോട്ട് ധൈര്യം വരുന്നില്ല. ദൈവമേ, പിന്നെ വേണ്ടാത്ത കുറെ ചിന്തകൾ കേട്ടോ ഇവിടെ മനസ്സിൽ. അതാ നമ്മൾ ഒറ്റയ്ക്ക് 4 മതിലിനകത്ത് നമ്മൾ അടയ്ക്കപ്പെട്ടു. അതുവരെ എല്ലാ ബന്ധവും തീർന്നു. കൂട്ടുകാരില്ല, ആരുമില്ല. നമ്മൾ പുറത്തിറങ്ങാൻ പറ്റും. കൊറോണ നമ്മളെ അതൊരു വലിയ പാഠം തന്നെ പഠിപ്പിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. എനിക്ക് വല്ലാത്ത ചിന്തകളായി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? പനിയൊക്കെ കുറഞ്ഞെങ്കിലും എനിക്കെന്നാൽ ദൈവം അനുഗ്രഹിച്ച് വേറെ ബുദ്ധിമുട്ടോ ശ്വാസതടസ്സോ ഒന്നുമില്ല. ചെറിയൊരു ചുമ, അത് നമുക്ക് സാധാരണ വരുന്ന മാതിരി ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് വല്ലാത്ത വിഷമം. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ കരഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഈശോയുടെ തിരുഹൃദയ രൂപം നമ്മുടെ ഹോളിലുണ്ട്. അപ്പം അതിൻ്റെ മുമ്പിട്ട് കുത്തി നിന്നിട്ട് ഞാൻ ഉറക്കുന്നില്ല. ഈശോയെ, എന്നെ രക്ഷിക്കണേ, അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അത് ഞാനിങ്ങനെ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഈ സമയത്ത് എനിക്ക് അത് മനസ്സിലേക്ക് വന്നു. യെശയ്യാ 41:13 വചനം,
നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, ശരിക്കും. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഉം. അങ്ങനെ ആ വചനം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഞാനത് ഈശോയ്ക്ക് അതൊന്ന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തോന്നി എനിക്ക് കൊന്ത ചെല്ലാം, ജപമാല ചെല്ലാൻ തോന്നി. സമയം എത്രയാന്ന് കേൾക്കണോ? രാത്രി 2 മണി. ഓക്കെ. ഇന്നേ വരെ ഞാനിങ്ങനെ അതെ ഈ അതെ സമയത്തൊന്നും രാത്രി. ഈ ജപമാലയിലൊക്കെ നമ്മൾ ചെല്ലും, വൈകുന്നേരം കുടുംബ ഓക്കെ. പ്രാർത്ഥനയുണ്ട്. പിന്നെ ഓക്കെ. നമ്മുടെ ചെയിൻ പ്രയർ ഒക്കെ വരുമ്പോഴത്തേനും എനിക്ക് കംഫർട്ടായ ടൈം ഉറങ്ങി എണീറ്റ് 9 തൊട്ട് 10 വരെയോ അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്നു കേട്ടോ. ഓക്കെ. നമ്മൾ ഉറക്കം തൂങ്ങണ്ട, ഉം. ഫ്രഷ് ആയിട്ട് ചെല്ലാന്നോർത്ത്. ഇതിപ്പോ രാത്രി എഴുന്നേക്കണമെങ്കിൽ അതെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അതെ. എന്നാൽ അമ്മ ഈ സമയത്ത് സഹനമാണെങ്കിലും ആ സമയത്ത് നമുക്ക് ഉണർന്ന് നമ്മൾ ശക്തിയോടെ ഇരിക്കുക. Praise ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി, അതും ആരാധന എഴുന്നള്ളിച്ച് വെച്ച്. ആമേൻ. അത് അങ്ങനെ നമുക്ക് കുറച്ച് നാളായിട്ട് നേഴ്സ് മിനിസ്ട്രിയുടെ ഞാൻ കേട്ടത്. ഓക്കെ. ആരാധന വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ, നമ്മൾ ഈശോയെ കണ്ടോണ്ടിരിക്കുവല്ലേ. അതെ അതെ അപ്പോൾ അങ്ങനെ ഈശോയെ കണ്ടുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മ ഒരു സൈഡിൽ നിൽപ്പുണ്ട്, ഫാത്തിമ മാതാവ്. അതെ. അത് ഓസ്ട്രിയ ലൈവ് എന്നടിക്കുമ്പോൾ അങ്ങനെ വരും. ഓക്കെ. അത് വെച്ച് ആരാധനയെ കണ്ടുകൊണ്ട് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ജപമാല ചൊല്ലി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പം എനിക്ക് വളരെ ആശ്വാസം തോന്നി കേട്ടോ. ഉം. സങ്കീർത്തനം വായന, പിന്നെ ആരാധന, കുർബാന, ഇതെല്ലാം കൊണ്ട് നമ്മൾ അങ്ങനെ പോയി. ഓക്കെ. പിന്നെ Praise എട്ടാം the Lord. ദിവസം അതെ, 8ാം ദിവസം ടെസ്റ്റ് ചെയ്തു. അത് നെഗറ്റീവ് വന്നു. നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ ആകെ, പ്രത്യേകിച്ച് കൊറോണ ഉം. രോഗം വരുമ്പോൾ അതെ നമ്മൾ അതെ ആകെ ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും പക്ഷെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് അത് അതിനുള്ളൊരു അതെ ധൈര്യം, അതെ അതെ പരിശുദ്ധ അതെ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ച വല്ലാത്തൊരു അനുഭവം അനുഭവം നമുക്ക് അതെ കിട്ടുന്നത്. അതെ നമുക്കുള്ള ആ നെഗറ്റീവ് ചിന്തകൾ തന്നെ മാറിക്കഴിഞ്ഞ് നമ്മുടെ തീർച്ചയായിട്ടും അസുഖത്തിൽ തീർച്ചയായിട്ടും നിന്ന് അതെ അതെ പെട്ടെന്നൊരു റിക്കവറി അതെ നമുക്ക് അതെ അതെ ഉണ്ടാവും. ഒക്ടോബർ 20-ാം തീയതി ഒരു വ്യാഴാഴ്ച ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഇളയ കുഞ്ഞിന് നല്ല പനി. ഞാൻ 3 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോൾ കുഞ്ഞ് നഴ്സറി പോയി തിരിച്ചു വന്ന് വളരെ ആക്റ്റീവായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ ഈവനിങ്ങിൽ കിടന്നുറങ്ങി. അവൻ യൂഷ്വലി അങ്ങനെ കിടക്കാറില്ല. ഇല്ല. അന്ന് വീട്ടിലുള്ള മേടിയേച്ചി പറഞ്ഞു അവൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല പനിയായിരുന്നു പനിയുടെ എന്ന് ക്ഷീണം പറഞ്ഞു. കൊണ്ട് ക്ഷീണം കൊണ്ട്. ഉറങ്ങിയതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രഷായി കുളിച്ചിട്ട് വന്ന് മോന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ 39 ഡിഗ്രി പനിയുണ്ട്. കർത്താവേ. പെട്ടെന്ന് മനസ്സൊന്ന് അസ്വസ്ഥമായെങ്കിലും ഞാൻ വിചാരിച്ചു ഒരാഴ്ചയായുള്ളൂ മോൻ നഴ്സറി പോയിട്ട്, അതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂ സീസൺ ആണല്ലോ, അതെ, അപ്പോൾ അതിൻ്റെ പുളുകൊണ്ട് വല്ല അങ്ങനെ. പനി ആയിരിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പാരസെറ്റാമോൾ കൊടുത്തു. ഓവർനൈറ്റ് ഞാനും ജീവിത പങ്കാളി മാറി മാറി നിന്ന് ടിപ്പിഡ് സ്പഞ്ച് എല്ലാം കൊടുത്തു. രാവിലെ ആയപ്പോൾ ദൈവാനുഗ്രഹം പോലെ കുഞ്ഞിൻ്റെ പനി 37 ആയി. അപ്പോൾ താങ്ക്സ്. ഭയങ്കര ഒരു ആശ്വാസമായി. അതെ, ആ. തീർച്ചയായിട്ടും. പക്ഷെ എന്നാൽ കൂടി ജീവിത പങ്കാളി ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, "നീ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ ഒന്ന് കൊച്ചിനെ കൊണ്ട് കാണിക്ക്. ഇപ്പോഴത്തെ പനിയൊക്കെ അല്ലേ വെച്ചോണ്ടിരിക്കേണ്ടെന്ന്." അതെ, പെട്ടെന്ന് ഞാൻ എൻ്റെ ഈ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാനങ്ങനെ നിസ്സാര കാര്യത്തിലൊന്നും ഹോസ്പിറ്റലിൽ നമ്മൾ പോകാറില്ല. നേഴ്സുമാര് അതെ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഉം. ഹോസ്പിറ്റലിലേക്ക് പോകാൻ, ഇങ്ങനെയുള്ള കാര്യത്തിന് പോകാൻ നമ്മൾ മടി കാണിക്കുന്ന ഒരു കൂട്ടർ. തീർച്ചയായിട്ടും. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ പോകണമെന്നൊരു ഡൗട്ടായി. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് എൻ്റെ കയ്യിലുള്ള മരുന്നുകളൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി നാളായി ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട്. ഈ കൊറോണ സമയത്തൊന്നും അങ്ങനെ ദൈവം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ദൈവാനുഗ്രഹം പോലെ എനിക്ക് തന്നിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള മരുന്നിൻ്റെയൊക്കെ എക്സ്പയറി ഏകദേശം അടുത്തു. എൻ്റെ കയ്യിൽ മരുന്നൊന്നുമില്ല. അപ്പോൾ ഒന്ന് പോയേക്കാം, ഇനി ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ വീട്ടിലുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് മരുന്ന് മേടിക്കാനൊക്കെ. എന്നാൽ ഒന്ന് പോയേക്കാം, നൈറ്റ് സ്റ്റാർട്ടിങ് എനിക്ക്. അപ്പോൾ പകൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ കൊച്ചിനെയും കൊണ്ടൊന്ന് പോകാമെന്ന് കരുതി ഞാൻ ഫ്രൈഡേ മോർണിംഗിൽ കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുക. വളരെ കൂളായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഇല്ല, കാരണം ഞങ്ങൾ ഏർലി മോർണിംഗിലാണ് വിളിച്ച് പറയുന്നത്. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഡോക്ടർ കുഞ്ഞിൻ്റെ ലങ്സ് ഇങ്ങനെ ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കി. ഞാൻ വളരെ കൂളായിട്ട് കസേരയിൽ അതെ അതെ ഇരിക്കുന്നുണ്ട്. അതെ അവനും വളരെ കൂൾ. നമുക്കൊരു ചിന്തയില്ലല്ലോ. ചിന്തയില്ല. അവന് 37 ഡിഗ്രി അതെ, പനി. അവിടെ പനിയില്ല. ചെന്നപ്പോഴും ഉള്ളൂ. അതെ അതെ ഒരു ടയർഡ്നെസ് ഉണ്ട്. അത് ആ, സാരമില്ല. ആ. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ എയർ എൻട്രി കുറവാണ്. എങ്കിലും എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ആ ടെൻഷനൊന്നും തോന്നിയില്ല. പക്ഷെ ഇത് നോർമൽ ചിലപ്പം ആണെന്നുള്ളൊരു അത് തോന്നൽ പോലെ. എടുത്തതിന്റെ പ്രശ്നമോ അല്ലെ ക്ലിയർ ആകാത്തതെന്നോ അപ്പൊ ഞാൻ ഇതിന്റെ അങ്ങനെയൊക്കെ സെക്രീഷൻ അങ്ങനെയൊക്കെ വല്ലായിരിക്കും, അത് മരുന്നെടുത്താൽ മാറൂലോ എന്ന് മാറും. മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു തീർച്ചയായിട്ടും. ഫീലിംഗ് വന്നു. അതെ അതെ. പക്ഷേ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കൊരു ആന്റിബയോട്ടിക് എഴുതാൻ തോന്നുന്നു. അതിനു മുമ്പ് സിസ്റ്റർ ഒരു കാര്യം ചെയ്യുക, എക്സ്റേ എടുക്കുക, അപ്പം നമുക്ക് ഇച്ചിരി ക്ലാരിറ്റി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അതെ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ 4 വയസ്സായിട്ടുള്ള കൊച്ചിനെ ഞാൻ എക്സ്റേക്ക് വിടണോ? അപ്പം ഞാനിങ്ങനെ ചോദിക്കണോ വേണ്ടയോ? പിന്നെ ഞാൻ ചോദിച്ചില്ല. വേണ്ട. ഡോക്ടർ പറഞ്ഞതല്ലേ, അതെ എന്നാ അതെ. ഒന്ന് എക്സ്റേ എടുത്ത് അത് ഓരോ നോക്കിയേക്കാം. ദൈവത്തിന്റെ അത് ഇടപെടലാ. തന്നെ. അതെ. അതുവരെ ചേച്ചി വിശ്വസിക്കുകയോ ഇല്ലയോ, അവൻ പ്രീ ടൈം ആയിരുന്നു. അവന് 8 മന്തിൽ ഉണ്ടായതാണ്. അപ്പോൾ പക്ഷേ വെയിറ്റിൻ്റെ പ്രോബ്ലം കാരണം അവൻ NICU ഒരു 10 ദിവസം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവന് യാതൊരു പ്രശ്നങ്ങളും ദൈവമായ കൃപയാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല. ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു സാഹചര്യം പോലും എനിക്ക് ഓർമ്മയില്ല. അത് ആൻറ്റിബയോട്ടിക്കിലൊന്നും അവന് കയറിയിട്ട് പോലുമില്ല. വല്ലപ്പോഴും വരുന്ന പനിക്കൊരു പാരസെറ്റാമോൾ കൊടുക്കും, അല്ല അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞതല്ലേ എന്നാൽ എക്സ്റേ എടുത്തേക്കാമെന്ന് കരുതി അതെ, എക്സ്റേ റൂമിൽ ഈശോ പോയി. ഈശോ ഇടപെടുന്ന അതെ. ഓരോന്ന് നമുക്ക്. അപ്പോൾ എക്സ്റേക്ക് മോൻ ആദ്യമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എക്സ്റേക്ക് നിന്നു. ഞാൻ ഈ ആൻറ്റി റൂമിൽ വെയിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേ പിക്ചർ ഇവിടെ വരുമല്ലോ. അതെ, അതെ. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മോൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3/4 കാണുന്നില്ല ലെഫ്റ്റ്. പെട്ടെന്നൊരു ഷോക്കായി. എന്ത് അതെ, ചെയ്യണമെന്ന് അറിയാൻ തീർച്ചയായിട്ടും. പാടില്ലാത്ത അവസ്ഥ. എന്നിട്ട് എന്ത് ചെയ്തു ജോയ്സി ആ ഞാൻ സമയത്ത്? പെട്ടെന്ന് തന്നെ കൊച്ചിനെ എടുത്തോണ്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോക്ടറിന്റെ മുറി. ആ. ഞാൻ ഓടി വന്നു. ഞാൻ അവിടെ പേഷ്യന്റ് ഉണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. പെട്ടെന്ന് ഞാൻ ഡോക്ടറെ ഓടി വിളിച്ചു. വന്നു. അപ്പം ദൈവനെ കൊണ്ട് പേഷ്യന്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പേഷ്യന്റ് പോയിട്ട് അടുത്ത പേഷ്യന്റ് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് സമയം ചെയ്യണം. ഡോക്ടറെ എക്സ്റേ ഒന്ന് ഡോക്ടർ കണ്ടോ? ഇല്ല സിസ്റ്റർ ഇരുന്നാട്ടെ ഞാൻ എക്സ്റേ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടർ എക്സ്റേ നോക്കിയപ്പോൾ ഡോക്ടറിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്തു അത് ഡോക്ടറിന്റെ നമുക്ക് മുഖത്ത്. കാണാലോ പിന്നെ ആ തീർച്ചയായിട്ടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്താ ലെഫ്റ്റ് സൈഡ് ലങ്സ് ഇങ്ങനെ ഉം. എന്ന് ഡോക്ടർ എന്നോട് ചോദിക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചെന്തെങ്കിലും വിഴുങ്ങിയോ? ഞാൻ അതെ. പറഞ്ഞു ഒന്നുമില്ല, കൊച്ച് ഒരാഴ്ചയായുള്ളൂ നഴ്സറി പോയിട്ട്. ഉം. അതുവരെ ഒരു പ്രശ്നങ്ങളില്ല, നല്ല ആക്റ്റീവായിട്ട് നടക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു ഉം. എന്ന് പറഞ്ഞു. സിസ്റ്റർ അവിടെ ഇരിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ പിന്നെ മനസ്സിൽ ഓരോരോ ഒരു ക്വസ്റ്റ്യൻ വരുവാ. അപ്പോൾ തീർച്ചയായിട്ടും. ഡോക്ടർ എന്നോട് പറയും ഒരു CT തൊറാക്സിന് ഞാൻ ഓർഡർ ചെയ്യാം, സിസ്റ്റർ അതും കൂടെ എടുത്തിട്ട് പോവാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. സീറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അതെ പെട്ടെന്ന് അതെ എൻ്റെ ചങ്കൊന്ന് പെടഞ്ഞു. ദൈവമേ ഇനി ഈ കുഞ്ഞിന് CTക്ക് ഞാൻ അതെ വിടണമെന്നായിപ്പോയി. കൊച്ചാണേലും ആ ഒന്ന് ആ ടോളറേറ്റ് ആ ചെയ്തൊക്കെ അത് തന്നെ. പോകണ്ടേ. ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ കൂട്ട് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ അതെ പെട്ടെന്ന് അതെ അമ്മേ മാതാവേ എന്നെ കാത്തുകൊള്ളണേ, എൻ്റെ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ ആ ഇടപെടുന്നേ അതെ. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ എത്രയും തേടും മാതാവ് ചെല്ലി പെട്ടെന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും പോയ വഴിക്ക് എനിക്ക് അത്രയ്ക്ക് ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അമ്മേനെ അങ്ങ് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ കുഴപ്പമൊന്നും കാണില്ലേ, ഉം. എക്സ്റേയിൽ കണ്ടതുപോലെ ആയിരിക്കത്തില്ലേ CT, വേറെ ഒരു നോർമൽ അതെ പിക്ചറായി മാറണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ CTക്ക് കൊച്ചിനെ വിട്ടു. അങ്ങനെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. CT എല്ലാം കഴിഞ്ഞു. കൊച്ചൊത്തിരി അണ്ടർസ്റ്റാൻഡിങ് എല്ലാ ഉം. കാര്യത്തിലും. അതിനൊരു വലിയ കൃപയായിരുന്നു കേട്ടോ ചേച്ചി. അവനെ ഒത്തിരി പേടിച്ചൊന്നുമില്ല. ഇല്ല. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാം അതനുസരിച്ച് ആ ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതെ അങ്ങനെ CT കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ ഇത് വ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും കാണാം അതിനേക്കാൾ ഉപരിയുള്ള ടെൻഷൻ ഡോക്ടറിന്റെ മുഖത്ത്. ഉം. പെട്ടെന്ന് എനിക്കറിയാവുന്ന ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ റേഡിയോളജിസ്റ്റുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്താ പറ്റി ഡോക്ടറെ, ഞാനും വെപ്രാളത്തിൽ ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്റർ അസ്വസ്ഥമാകണ്ട, നമുക്ക് അതെ നോക്കാം എന്ന് പറഞ്ഞു. നമുക്ക് വെയിറ്റ് പെട്ടെന്ന് ചെയ്യാം. എൻ്റെ മുമ്പിൽ വെച്ചിന് റേഡിയോളജിസ്റ്റ്, മലയാളി റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കുന്ന ലാംഗ്വേജ് എല്ലാം നമുക്ക് കേൾക്കാം. എന്നാലും നമ്മൾ ആ പിക്ചർ കാണുമല്ലേ, അത് തന്നെ. നമുക്ക് അറിവുണ്ടല്ലോ, അതെ. അപ്പൊ അത് കാണുമ്പോൾ ഒരു അതെ. ടെൻഷൻ ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും, വരും. തീർച്ചയായിട്ടും. അപ്പോൾ റേഡിയോളജിസ്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഇത് പിന്നെ മോൻ്റെ ഇൻറ്റെസ്റ്റൈൻ്റെ ചില പാർട്സുകൾ ലങ്സിലേക്ക് കയറിയിരിക്കുന്നു ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലങ്സ് കംപ്രസ് ആയിട്ടിരിക്കുക. ഒരു നിമിഷം ഞാൻ അവിടെ ഉരുകി തീർന്നു എൻ്റെ ചേച്ചി. ദൈവമേ, എന്നിട്ട് അപ്പോൾ എങ്ങനെ നീ അത് ആ ഓവർകം ചെയ്ത് അത് അത് ഇതായി? വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ചേച്ചി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു ഇനി എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ വിഷമിക്കേണ്ട, നമുക്കറിയാവുന്ന ഏതെങ്കിലും പീഡിയാട്രിക് സർജനെ കൊണ്ട് കാണിക്കാം. കാണിക്കാം. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കാണും, ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ ഡോക്ടർ ഞങ്ങളെ അവിടെ നിന്ന് മടക്കി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിത പങ്കാളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ഓഫീസിൽ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. പുള്ളിക്ക് മെഡിക്കൽ ടേംസ് ഒത്തിരി അറിയത്തില്ലാത്തതുകൊണ്ട് എന്നോട് പിന്നെ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത 2 ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു. പെട്ടെന്ന് അവരും അവർക്ക് ഓഫായിരുന്നു. വീട്ടിൽ വന്നു. അതെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് മോൻ്റെ എക്സ്റേയും CTയുടെ ഫിലിം എല്ലാം CD-യിലാക്കി ഞങ്ങൾക്ക് നാട്ടിലൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി അത് അയച്ചു. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് കുറേ കസിൻസ് ഉണ്ട്, അവരുടെ അടുത്തേക്കൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ കുറേ ഈ പേരുണ്ടായിരുന്നു. സമയമൊക്കെ എങ്ങനെ കവർ ചെയ്തല്ലേ, അതിന്റെ തീർച്ചയായിട്ടും ചേച്ചി, റിസൾട്ട് വരുന്ന തീർച്ചയായിട്ടും. അവരുടെ റിപ്ലൈ വരുന്നൊക്കെ അതെ. നമ്മളെ എങ്ങനെ. പക്ഷെ എല്ലാവരുടെ ഇൻഫ്ലുവൻസിലൊക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് മീൻസ് എന്താ പറയുക, ഡോക്ടർമാരും ഈ സെയിം ഡയഗ്നോസിസ് തന്നെ പറഞ്ഞു. പറഞ്ഞു. കൊച്ചിന് ഡയഫ്രമാറ്റിക് ഹെർണിയാണ്, ഉം. അത് ഉടനെ തന്നെ സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരുമെന്ന്. പക്ഷേ ഇത് അവരെല്ലാം ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഈ 4 വയസ്സ് വരെ കൊച്ചിന് യാതൊരു അസ്വസ്ഥതയും ഇല്ലായിരുന്നോ എന്ന്. അത് എനിക്ക് ദൈവത്തിന്റെ കൃപ അല്ലേ, തീർച്ചയായിട്ടും ചേച്ചി ഒരു നമ്മളെ പ്രശ്നവും കഷ്ടപ്പെടുത്താതെ കുഞ്ഞിന് അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈശോയുടെ അനുഗ്രഹം, അത് തന്നെ ദൈവം പരിശുദ്ധ പൊതിഞ്ഞു. അമ്മയുടെ സംരക്ഷണം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സർജറി ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി. പക്ഷെ ഞങ്ങൾക്ക് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. രാത്രിയിൽ അന്ന് പകൽ അങ്ങനെ കഴിഞ്ഞു പോയി. അന്നത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, പോകാൻ പറ്റിയില്ല. അന്ന് രാത്രിയിൽ ഞാൻ ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചു.
ദൈവമേ, ഈ ഈ കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ ഭൗതിക സുഖങ്ങളും ഭർത്താവിൻ്റെ സ്നേഹവും കുഞ്ഞുമക്കളുടെ സ്നേഹവും എല്ലാം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ മറന്ന ഏതെങ്കിലും നിമിഷം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ആ നിമിഷത്തെ എല്ലാം ഓർത്ത് ഞാൻ പശ്ചാത്താപിക്കുന്നു. ഞാനിങ്ങനെ അനുതപിച്ച് പ്രാർത്ഥിച്ചു. ഒരു വിശുദ്ധിയിലേക്ക് അടുക്കാൻ തീർച്ചയായിട്ടും. വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ, ആ ഒരു കുറവുകളും പോലെ എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് ഒരു തടസ്സമായിരിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും നമ്മൾ നിലവിളിക്കുമ്പോൾ അത് ഈശോയെ തന്നെ. അത് നമ്മളെ ഒരിക്കലും അതിന് കൈവിടത്തില്ല. കൈവിടത്തില്ല. അങ്ങനെ ഞാനങ്ങനെ ഈശോയുടെ മുമ്പിൽ രാത്രിയിൽ കുഞ്ഞ് ഉറങ്ങിയപ്പോഴിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, "ഈ 4 വയസ്സ് വരെ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ദൈവം കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് അതിനുള്ള ഉത്തരം തരും." നമ്മുടെ യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ ഇപ്രകാരമാണ് പറയുന്നത്: "വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ദൈവം തരും. ആമേൻ. രോഗിയെ അവിടുന്ന് സൗഖ്യം നൽകും." ആമേൻ. താങ്ക്സ് അത് ഗോഡ്. എനിക്ക് ഭയങ്കര ശക്തി പകർന്നു. ഓവർനൈറ്റിൽ ഞങ്ങൾ പിന്നെ മിഡ് നൈറ്റ് കഴിഞ്ഞ് ഞങ്ങൾ സമാധാനത്തിൽ ഉറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേയിൽ ഒക്ടോബർ 24 മൺഡേ മോർണിംഗിൽ ഇതുപോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഈ ഡോക്ടറിന് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഈ ഒരു ഡയഗ്നോസുമായിട്ട് വരുന്നുണ്ട്, ഡോക്ടർ അതിനെ ഒന്ന് നോക്കിക്കൊള്ളേന്ന്. എനിക്ക് ആ ഡോക്ടറിനെ ഈശോ കണ്ടിട്ട് പോലുമില്ല ഞാൻ ആ നമ്മള് ഡോക്ടറെ. ചെല്ലുന്നതിന് ആ, ഇപ്പുറം അത് അവിടെ തന്നെ. അവര് എല്ലാം ഈശോ പലരും ക്രമീകരിക്കുന്ന അതൊക്കെ. ക്രമീകരിക്കുന്നു. അതെ അതെ. ഞാൻ അവിടെ ചെന്ന് ഡോക്ടറിന്റെ മുറിയിലേക്ക് ഞാൻ കുരിശ് വരച്ചിട്ട് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞങ്ങളെ കുരിശ് വരയ്ക്ക് ഭയങ്കര ഒരു ശക്തിയാ കേട്ടോ. ശക്തി അത് എനിക്ക് അങ്ങനെ നമുക്കറിയാം. ഓരോന്ന് തോന്നിക്കുന്നത് അത് ചേച്ചി. തീർച്ചയായിട്ടും അത് നമുക്ക് തീർച്ചയായിട്ടും. പറഞ്ഞു തരും. അത് മനസ്സിൽ ഞാൻ ആ തോന്നും. അപ്പൊ ഡോക്ടറിന്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ ഇവന് ആദ്യം ഹോസ്പിറ്റലിൽ പോകുന്ന അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും കൂടുതലായിട്ട് ഇല്ല. ഇല്ല. അപ്പൊ ആ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഒരു ഹോട്ടൽ പോലെ അവന് ആ, തോന്നുന്നേ, അതെ വലിയ അതെ. അല്ല സ്ട്രക്ചറൊക്കെ കാണുമ്പോഴേ. പിള്ളേര് ടെൻഷൻ അപ്പൊ ഇല്ലാണ്ടിരിക്കുന്നതല്ലേ ഞാൻ നല്ലത്. അകത്ത് കാരണം ചെന്നപ്പോൾ കൊച്ച് ഡോക്ടർ ഇങ്ങനെ എഴുന്നേറ്റ് ചെറുതല്ലേ. വന്നിട്ട് സ്റ്റെതസ്കോപ്പ് ഒന്നുമില്ല. അപ്പൊ ആ അവന് ഒരു നല്ല ഹാപ്പി ആയിട്ട് അവന് അതെ അതെ. എന്നിട്ട് ഹൈ ജെന്റിൽമാൻ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഇവനും ഗുഡ് മോർണിംഗ് അതെ പറഞ്ഞു. അതെ അതെ ഏത് സ്കൂളിലാണ് പോകുന്നേ, അവര് അതെ. തമ്മിൽ നല്ലൊരു IPR അതെ. പെട്ടെന്ന് തന്നെ ആ ക്രിയേറ്റ് അതെ ചെയ്തു കേട്ടോ. അതെ. അവനൊരു അതെല്ലാം ഒരു ഡോക്ടറാന്നുള്ളൊരു ഫീൽ അതെ എനിക്ക് അതെ. തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾക്കും ഒരു ഡോക്ടറിനെ പറ്റി ഒരു ഇംപ്രഷനായി. അതെ അതെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു ആ പഴയ CTയും സ്കാനും എക്സ്റേ ഒക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഡോക്ടർ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഡയഫ്രം. ഓൾറെഡി ഡോക്ടർ നേരത്തെ കണ്ടിരുന്നു. ഞാൻ വാട്സപ്പ് വഴി എൻ്റെ അല്ല ഫ്രണ്ട്സിന് അയച്ചു അയച്ചു കൊടുത്തിരുന്നു. കൊടുത്തിരുന്നു. പക്ഷേ ഓക്കെ. സിസ്റ്റത്തിലേക്ക് ആക്കിയിട്ട് ഡോക്ടർ അന്നേരമാണ് അത് കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനത് ഓൾറെഡി കണ്ടായിരുന്നു, പക്ഷെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഇരുത്തി എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ സർജിക്കൽ ഇൻ്റർവെൻഷൻ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ എൻ്റെ ജീവിത പങ്കാളിക്ക് അത് പറഞ്ഞു കൊടുത്തു. അതെ. അപ്പോൾ അവർക്ക് അത്രയും ഒരു അതെ, ടേംസ് ഒന്നും അറിയത്തില്ല. അറിയത്തില്ലല്ലോ. അപ്പൊ അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, ക്ലിപ്പൊക്കെ ഒന്നുകൊണ്ടും കാണുമ്പോ വറി ചെയ്യേണ്ട, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊരു ഒപ്പീനിയന് വേണ്ടിയാണ് ചെന്നത്. ചെന്നത് കണ്ടോ. അപ്പോൾ ഡോക്ടർ ഈശോയുടെ ആ ഒരു മഹത്വം, അതെ. ഒരു ഇടപെടൽ ആ കണ്ടോ. അപ്പൊ എന്നിട്ട് ജോയ്സിക്ക് വേറെ എങ്ങും പോകാതെ, നാട്ടിൽ പോകാതെ ഞാൻ അങ്ങനെ നമ്മുടെ അമൃതയിൽ പോകണം ആ എന്നുള്ളൊരു ചിന്തയും അതെ കൊണ്ടാണ് അതെ. ഡോക്ടറിന്റെ അടുത്ത്. ഒരുപക്ഷെ നമ്മൾ ഇത് അവിടെ ചുമ്മാ പോയിരുന്നാൽ ഇവര് നമുക്ക് പറഞ്ഞതല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പോകുന്ന. അതെ അതെ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇവിടെ അഡ്മിറ്റ് ആക്കിക്കോളാം. പനിയൊന്നുമില്ല, കൊച്ചിന് ആ ചെറിയൊരു ടയർഡ്നെസ് ഉണ്ട്, ഉണ്ട്. അത് റെസ്പിറേറ്ററി പിന്നെ സിംറ്റം. അതെ അതെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇന്ന് അഡ്മിറ്റ് ആകാം. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി. ഞങ്ങൾ അഡ്മിറ്റ് ആകാനൊന്നും അല്ല വന്നത്. പോയത്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് നോ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ കൊണ്ട് തോൽപ്പിക്കുക എസ് എന്ന് പറയാൻ. ഞാൻ അങ്ങ് ഓക്കെ. എസ് എന്ന് പറഞ്ഞു. അതെ അതെ. ഡോക്ടർ അന്നേരം തീർച്ചയായിട്ടും. തന്നെ അഡ്മിഷൻ എഴുതി മോനെ പീഡിയാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ തേഴ്സ്ഡേ സർജറി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ 11:45 മോർണിംഗിന് ടൈം പറഞ്ഞിരുന്നു. അപ്പം മീൻ വയൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഹസ്ബൻഡിന്റെ ഒരു കസിൻ സിസ്റ്റർ സിംഗപ്പൂരിൽ നിന്ന് എത്തി. കണ്ടോ പരിസ്ഥിതി അമ്മ അവിടെ പരിശുദ്ധ അമ്മ ഇടപെട്ടല്ലേ. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ ഒരാളെ എത്തിച്ചില്ലേ അത് തന്നെ, സഹായത്തിന് അല്ലേ. തീർച്ചയായിട്ടും. നമ്മളല്ലേ തന്നെ ആകുമ്പോ അന്ന് തേഴ്സ്ഡേ എന്തെല്ലാം കാര്യം മോർണിംഗിൽ ചേച്ചി ചിന്തിക്കുമ്പം വന്നു. അതെ. അപ്പം ഞങ്ങൾക്കൊരു സപ്പോർട്ടുമായി. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ എനിക്ക് സർജറിനെ പറ്റി എനിക്കൊരു ടെൻഷനില്ല. എനിക്കറിയത്തില്ല ചേച്ചി എനിക്ക് സർജറിനെ പറ്റി ഒരു ടെൻഷനില്ല. പക്ഷേ കുഞ്ഞിനെ അവനെ ഓപ്പറേറ്റ് ചെയ്യുമെന്നൊരു ചിന്ത വന്നപ്പോൾ എനിക്ക് പിന്നെ സർജറി സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് നല്ല ഇങ്ങനെ ഉറപ്പാണ്. പല പക്ഷെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ വരും. മനസ്സില് നമുക്ക് അതെ. അപ്പൊ അതിജീവിക്കാൻ പറ്റുന്ന അമ്മയെ വിളിക്കുക അതെ. അല്ലെ. അമ്മ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തീർച്ചയായും. വിഷമിക്കണ്ടല്ലോ. 11:30 പക്ഷേ OTന്ന് കോള് വന്നു. ഇപ്പോൾ ഓപ്പറേഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു 2 ദിവസം PICU സ്റ്റേ ആവശ്യമായിട്ട് വരും ഒബ്സർവേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ എക്സ്റ്റുബേറ്റ് ചെയ്യോ അത് സാരമില്ല. അറിയത്തില്ല. അപ്പോൾ PICUൽ ആ ദിവസം ബെഡേ ഇല്ല. എല്ലാം തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. അടുത്ത പരീക്ഷണം. അടുത്ത പരീക്ഷണം. എൻ്റെ ദൈവമേ, ഇന്നലെ രാത്രിയിൽ ഒന്നും കഴിച്ചിട്ടില്ല. മീൻസ് രാത്രിയും ആ കുഴപ്പമില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കൊച്ച് ഇനിയും ഫുഡ് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യും? അവനാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ. അപ്പം ദൈവമേ, എന്തൊരു പരീക്ഷണം. എന്നിട്ട് പിന്നെയും ഞാൻ ഇങ്ങനെ 91 സങ്കീർത്തനം വായിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ശക്തി തോന്നി. എന്നിട്ട് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ
ഒന്നും സംഭവിക്കില്ല. ഇത് ദൈവഹിതമാണെങ്കിൽ ഈ സർജറി ഡേറ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ സർജറി ഇന്ന് കഴിയും. കാരണം ചേച്ചിക്കും തിരിച്ചു പോണം. അതെ. ഞങ്ങളുടെ ലീവും എല്ലാം കൂടെ നോക്കിയപ്പോൾ ദൈവമേ സർജറി ഇനി പോസ്റ്റ്പോൺഡ് ആയാലും ഉള്ള രീതികളെ പറ്റി ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവന് വേണ്ടി തന്നെ ഒരു PIC ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്തു. പെട്ടെന്ന് ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല. അപ്പൊ എല്ലാം ഒന്നുമില്ല. ക്രമീകരിച്ച് ആ ഇടപെട്ട് സമയത്ത് ഞങ്ങളുടെ പീഡിയാട്രിക് വാർഡുകളും ICUകളും എല്ലാം ഫുള്ളായിരുന്നു. ഫുള്ള്. പക്ഷെ കണ്ടോ? പെട്ടെന്ന് എവിടുന്നോ ഫുള്ളാകുമ്പോ നമ്മള് സാധാരണ ചിന്തിക്കും അയ്യോ ബെഡില്ലല്ലോ ഇനി എന്ത് ബെഡില്ലല്ലോ. ചെയ്യുവോ ആക്രി അതെ ഇങ്ങനെയൊക്കെ ചിന്ത അതെ നമുക്ക് വരുമല്ലോ. അതെ. അപ്പൊ ഡോക്ടർ തൊറാസിക് സർജറി ആയതുകൊണ്ട് PIC ഡെഫിനിറ്റ് ആയിട്ട് വേണമെന്നും പറഞ്ഞിരുന്നു. അതെ. അങ്ങനെ ബെഡ് പെട്ടെന്ന് തന്നെ കിട്ടി. കൊച്ചിനെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. ദൈവമേ ഞാൻ എങ്ങനെ കൊച്ചിനെ ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിടും? എനിക്കത് കാണാനുള്ള ഒരു അപ്പൊ എന്ത് ചെയ്തു? സ്ട്രെങ്ത് അതെ. അപ്പൊ കിട്ടുന്നില്ല. എന്നെടുത്ത് അപ്പൊ ജോയ്സി ഞാനിങ്ങനെ അമ്മേനെ മുറുക്കെ പിടിച്ചു. ദൈവമേ അത് ഫേസ് ചെയ്യാനുള്ള ഒരു കൃപ തരണേ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഓപ്പറേഷൻ അതെ തിയേറ്ററിലേക്ക് അതെ കടന്നു പോകുമ്പോൾ അതൊരു തീർച്ചയായിട്ടും. മേജർ സർജറിക്ക് വേണ്ടി പിന്നെ പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. അറിയാം അറിയാം. ഞാൻ ഇങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. ഒരു ഓപ്പറേഷനൊക്കെ ആ പോയിട്ടുണ്ട്. അപ്പൊ അപ്പൊ എനിക്ക് എനിക്കറിയാം. 2, 3 പേര് എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓഫ് ഉള്ളവരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ ഈ OTന്ന് അനസ്തറ്റിസ്റ്റ് വാർഡിൽ വന്ന് ഞങ്ങളെ അയ്യോ സപ്പോർട്ട് അങ്ങനെ ചെയ്തു. ഒരിടത്തും ഇല്ല. ഒരിടത്ത് നമ്മളവിടെ ആക്കണം. കൊണ്ടയാക്കുവാണ് സാധാരണ അതെ ചെയ്യുന്നത് അതെ. അങ്ങനെ. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിട്ടു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ മോനെ എക്സ്റ്റുബേറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ പരിശുദ്ധമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ദൈവമേ എനിക്ക് ആ ET ട്യൂബ് വെച്ച് കുഞ്ഞിനെ കാണാൻ ഇടവരുത്തരുതേ എന്ന്. അതുപോലെ തന്നെ ദൈവം ET ട്യൂബ് ഒന്നും ഇല്ലാതെ എക്സ്റ്റുബേറ്റ് ചെയ്ത് തന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. താങ്ക്സ് ഗോഡ്. എത്ര കൃപയാന്ന് നോക്കി അതെ ഈശോയുടെ. അതെ. അങ്ങനെ PICയിൽ ഒരു ദിവസം കിടന്ന് പിറ്റേ ദിവസം ഇതുപോലെ മെഡിക്കൽ ഡോക്ടർ ചീഫ് ഓഫ് ദ പീഡിയാട്രിക് മെഡിസിൻ വന്നപ്പോൾ പറഞ്ഞു സർജറി എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ ലങ്സ് ഈ 4 വർഷം കംപ്രസ് ആയിരുന്നുകൊണ്ട് എത്രത്തോളം ഇൻഫ്ലേറ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. വീണ്ടും പരീക്ഷണമായിരുന്നു. അതെ അതെ. പക്ഷെ അന്ന് നൈറ്റ് വിജിലിൻ്റെ ദിവസമായിരുന്നു. ഞങ്ങൾ ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇതുപോലെ സെക്കൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയിൽ കൊച്ചിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ ഇൻഫ്ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്ന ലങ്സ് ഒരു 95% ഫുള്ളി ഇൻഫ്ലേറ്റ് ആയി. എനിക്ക് ഇപ്പോഴും വിശ്വാസം അത് ഈ കർത്താവായ ഈശോ തന്നെയാണ് കൊച്ചിൻ്റെ ലങ്സിനെ പൂർണ്ണമായിട്ടും ഇൻഫ്ലേറ്റ് ആക്കിയത്. അതെ അതെ. ഞാൻ ആദ്യത്തെ എക്സ്റേയും ഇപ്പം എടുത്ത എക്സ്റേയും തമ്മിൽ നല്ല വ്യത്യാസം. അപ്പോൾ അതെ അങ്ങനെ പെട്ടെന്ന് തന്നെ PICന്ന് കൊച്ചു വാർഡിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആവുകയും നവംബർ 3-ാം തീയതി ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയും മാതാവും ഇടപെട്ട വലിയൊരു അനുഭവ സാക്ഷ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഷെയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും പ്രത്യാശയും 10 മടങ്ങ് വർദ്ധിക്കുവാൻ ഞങ്ങളുടെ കൊച്ചു ജീവിത സാക്ഷ്യം ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നതിലും ഉപരിയായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ നഴ്സുമാരിലൂടെ നാം ശ്രവിച്ചതും അതുതന്നെയല്ലേ? നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്കും പകരപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.